ഏതാണ്ട് 125ഓളം രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലോബൽ സൗത്തിൽപ്പെടുന്ന ഈ രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റിന് തുടക്കമിടുന്നത്. രണ്ടാമത്തെ ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയുടെ രണ്ടാം ഘട്ട സെഷൻ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഭൂമിശാസ്ത്രപരമായി ഗ്ലോബൽ സൗത്ത് നിലനിന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ശബ്ദം ലോകം കേട്ടു തുടങ്ങിയത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമായി പറയുകയുണ്ടായി. ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം ആഗോളതലത്തിൽ അംഗീകരിക്കാൻ തുടങ്ങിയത് തങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ്. 100-ലധികം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണിത്. നമ്മുടെ മുൻഗണനകളെല്ലാം ഒരേ കാര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. വെർച്വലായിട്ട് നടന്ന ഗ്ലോബൽ സൗത്തിന്റെ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടിയിൽ ചൈന ഒഴികെയുള്ള രാജ്യങ്ങളാണ് പ്രധാനമായി പങ്കെടുത്തത്. ചൈനയെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഒരു ഗ്ലോബൽ സൗത്ത് ആണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത്. 2023 ജനുവരിയിലായിരുന്നു വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്തിന്റെ ആദ്യ സെഷൻ ഇന്ത്യ സംഘടിപ്പിച്ചത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 200-ലധികം G20 യോഗങ്ങളും നടന്നു. ഗ്ലോബൽ സൗത്തിന്റെ ആവശ്യങ്ങൾക്കാണ് ഇന്ത്യ ഈ സമയത്ത് പരിഗണനയും മുൻഗണനയും നൽകിയത്. ഇന്ത്യയുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ആഫ്രിക്കൻ യൂണിയന് G20യിൽ സ്ഥിരാംഗത്വം ലഭിച്ചത്. ഗ്ലോബൽ സൗത്തും ഗ്ലോബൽ നോർത്തും തമ്മിലുള്ള വേർതിരിവിന് ആക്കം കൂട്ടാൻ പുതിയ ടെക്നോളജികൾ കാരണമാകരുത് എന്ന് പ്രധാനമന്ത്രി ഉച്ചകോടിയുടെ ഭാഗമായിട്ട് പറഞ്ഞു. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഉത്തരവാദിത്തത്തോടെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി അടുത്ത മാസം ആർട്ടിഫിഷ്യൽ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഉച്ചകോടി ഇന്ത്യ സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസംബർ 12-14 തീയതികളിലായിട്ട് ന്യൂഡൽഹിയിൽ വച്ചായിരിക്കും ഉച്ചകോടി നടക്കുക. നിർമ്മിത ബുദ്ധിയുടെ നിർണായകമായ വശങ്ങളെക്കുറിച്ച് ഉച്ചകോടിയിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. നമ്മുടെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ്, കെനിയയുടെ പ്രസിഡന്റ്, പാപ്പുവ ന്യൂഗിനിയയുടെ പ്രൈം മിനിസ്റ്റർ, ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ്, ടാൻസാനിയയുടെ പ്രൈം മിനിസ്റ്റർ, കിർഗിസ്ഥാന്റെ പ്രസിഡന്റ്, മഡഗാസ്കറിന്റെ പ്രസിഡന്റ്, നൗറുവിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഫിജിയുടെ പ്രൈം മിനിസ്റ്റർ, ഭൂട്ടാന്റെ ചീഫ് അഡ്വൈസർ, മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ, എത്യോപ്യയുടെ പ്രൈം മിനിസ്റ്റർ തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ തന്നെ പ്രസിഡന്റുമാരോ പ്രൈം മിനിസ്റ്റർമാരോ ഒക്കെയാണ് വിർച്വലായിട്ട് ഇതിൽ പങ്കെടുത്തത്. ഏതാണ്ട് 125ഓളം രാജ്യങ്ങളുടെ പങ്കാളിത്തം ഈ ഗ്ലോബൽ സൗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നിപ്പിച്ച് നിർത്തുവാനുള്ള ഒരു ബ്രില്യൻ്റ് മൂവാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അവിടെ ചൈനയെ പരിപൂർണമായിട്ട് ഒഴിവാക്കി ഗ്ലോബൽ സൗത്തിന്റെ ഒരു മേധാവിത്വം ഇന്ത്യ നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ ടെക്നോളജിക്കലി എല്ലാ തരത്തിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ചൈനയാകട്ടെ അമേരിക്കയുമായിട്ടുള്ള മത്സരത്തിനിടയിൽ ഗ്ലോബൽ സൗത്തിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ചവിട്ടി നിൽക്കാൻ നിലമില്ലാത്ത അവസ്ഥയാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഇന്ന് കാണുന്നത്. ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെയും അല്ലെങ്കിൽ ഡെബിറ്റ് ട്രാപ്പിലൂടെയും ഒക്കെ തന്നെ പല വിധത്തിൽ ഈ രാജ്യങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായിട്ട് മാറുക എന്ന് പറയുന്ന തന്ത്രപരമായ ഒരു കാര്യമാണ്. ചൈനീസ് മുഖപത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അതായത് ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗ്ലോബൽ സൗത്ത് എങ്ങനെയാണ് പൂർണ്ണമാവുക, ഇന്ത്യയുടെ നീക്കങ്ങൾ ശരിയല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഗ്ലോബൽ ടൈംസ് ഉന്നയിച്ചത്. ഇത് തന്നെ ഇന്ത്യയുടെ നീക്കം 100% ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മുടെ ഒരു കാര്യത്തെ ചൈന വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ ഒരു നീക്കം വളരെ വളരെ ഗുണം ചെയ്യും. കാരണം ലോകത്തെ വികസിത രാജ്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അൺഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് ഒരു കൂട്ടായ്മ അനിവാര്യമാണ്. ആ രാജ്യങ്ങളെ കൂടി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള ഒരു എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു വളർച്ച. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇന്ത്യക്കകത്ത് മോദി പറയുന്ന അതേ കാര്യം, എല്ലാവരും ചേർന്ന് എല്ലാവർക്കും വികസിക്കാം അല്ലെങ്കിൽ എല്ലാവരുടെയും വികസനം എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു കോൺസെപ്റ്റാണ് മോദി ഈ ഗ്ലോബൽ സൗത്തിന്റെ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സബ്മിറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഇതൊരു വലിയ ഒരു ഇന്ത്യയുടെ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഗ്ലോബൽ സൗത്തിന്റെ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യ വരുമ്പോൾ സ്വാഭാവികമായിട്ട് 120-ലേറെ രാജ്യങ്ങളുടെ ഒരു ലീഡർഷിപ്പിലേക്കാണ് ഇന്ത്യ വരുന്നത്. മറുഭാഗത്തുള്ള രാജ്യങ്ങൾ പോലും ഓൾറെഡി ഇന്ത്യ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, US-ഉം യൂറോപ്പും അടക്കമുള്ള രാജ്യങ്ങൾ. സോ അവിടെ ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻസ് വീണ്ടും കൂടുകയാണ്. ചൈനയ്ക്ക് നഷ്ടമായ ആ ഒരു നേതൃത്വം ഇന്ത്യ നേടിയെടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പവർ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ട്രേഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, ചൈനയെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ഗ്ലോബൽ ലീഡർഷിപ്പിലേക്ക് വരാനുള്ള നമ്മുടെ താല്പര്യങ്ങളുണ്ട്. സോ അതിനെയൊക്കെ തന്നെ സാധൂകരിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു മൂവായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദിയുടെ ആ ഒരു സ്പീച്ച് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ചാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ തുടർന്ന് വയ്ക്കാം. എല്ലാവരും ഒന്ന് കാണുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. एक्सेलेंसीज, एक तो मैं आप सबका स्वागत करता हूं।
एक्सेलेंसी जी, दूसरी वॉइस ऑफ ग्लोबल साउथ समिट के उद्घाटन सत्र में 140 करोड़ भारतवासियों की ओर से मैं आप सभी का हार्दिक स्वागत करता हूं। वॉइस ऑफ ग्लोबल साउथ 21वीं सदी की बदलती हुई दुनिया का सबसे अनूठा मंच है। भौगोलिक रूप से तो ग्लोबल साउथ तो हमेशा से रहा है, लेकिन उसे इस प्रकार से वॉइस पहली बार मिल रही है और यह हम सभी के साझा प्रयासों से संभव हुआ है। हम 100 से ज्यादा अलग अलग देश हैं, लेकिन हमारे हित समान है, हमारी प्राथमिकताएं समान है। फ्रेंड्स, पिछले वर्ष दिसंबर में जब भारत ने G20 की अध्यक्षता संभाली तो हमने इस फोरम में ग्लोबल साउथ के देशों की आवाज को आगे बढ़ाना अपना दायित्व माना। हमारी प्राथमिकता थी कि G20 को ग्लोबल स्केल पर समावेशी और ह्यूमन सेंट्रिक बनाया जाए। हमारी कोशिश थी कि G20 का फोकस हो डेवलपमेंट ऑफ द पीपल, बाय द पीपल एंड फॉर द पीपल। इसी उद्देश्य से हमने इस वर्ष जनवरी में पहली बार वॉइस ऑफ ग्लोबल साउथ समिट का आयोजन किया। भारत के अलग अलग राज्यों में हुई G20 की 200 से अधिक बैठकों में हमने ग्लोबल साउथ की प्राथमिकताओं को प्रमुखता दी। इसका नतीजा रहा कि न्यू दिल्ली लीडर्स डिक्लेरेशन में ग्लोबल साउथ के विषयों पर हमें सबकी सहमति हासिल करने में कामयाबी मिली। एक्सेलेंसीज, G20 आयोजन में ग्लोबल साउथ के हितों को ध्यान में रखकर ही लिए गए कुछ महत्वपूर्ण निर्णय मैं बड़ी नम्रतापूर्वक आप सबके साथ साझा करना चाहता हूं। मैं वो ऐतिहासिक क्षण भूल नहीं सकता जब भारत के प्रयासों से अफ्रीकन यूनियन को नई दिल्ली समिट में G20 की स्थायी सदस्यता मिली। G20 में सबने माना कि मल्टीलेटरल डेवलपमेंट बैंक में बड़े सुधार लाए जाएं और विकासशील देशों के लिए सस्टेनेबल फाइनेंस देने पर जोर दिया जाए। सस्टेनेबल डेवलपमेंट गोल्स जो पिछले कुछ सालों में सुस्त पड़ गए थे, उनमें तेजी लाने के लिए एक एक्शन प्लान भी बनाया गया। इससे ग्लोबल साउथ के देशों में चल रहे पॉवर्टी रिडक्शन कार्यक्रमों को बल मिलेगा। G20 ने इस बार क्लाइमेट फाइनेंस पर अभूतपूर्व गंभीरता दिखाई है। ग्लोबल साउथ के देशों के लिए आसान शर्तों पर क्लाइमेट ट्रांजिशन के लिए फाइनेंस और टेक्नोलॉजी उपलब्ध कराए जाने पर भी सहमति बनी है। क्लाइमेट एक्शन के लिए लाइफ यानी लाइफस्टाइल फॉर एनवायरनमेंट, इसके हाई लेवल प्रिंसिपल्स को अपनाया गया। इसी समिट में ग्लोबल बायोफ्यूल अलायंस लॉन्च किया गया है। यह ग्लोबल साउथ के देशों के लिए
बहुत ही महत्वपूर्ण है और हम आशा करते हैं कि आप सभी इससे जुड़ेंगे। भारत मानता है कि नई टेक्नोलॉजी नॉर्थ और साउथ के बीच दूरियां बढ़ाने का नया स्रोत नहीं बनना चाहिए। आज आर्टिफिशियल इंटेलिजेंस एआई के युग में टेक्नोलॉजी को रिस्पॉन्सिबल तरीके से उपयोग में लाने की बहुत जरूरत है। इसको आगे बढ़ाने के लिए भारत में अगले महीने एआई ग्लोबल पार्टनरशिप समिट आयोजित की जा रही है। G20 द्वारा डिजिटल पब्लिक इंफ्रास्ट्रक्चर यानी डीपीआई के फ्रेमवर्क को अपनाया गया है, जिससे आवश्यक सेवाओं की लास्ट माइल डिलीवरी में सहायता मिलेगी और इंक्लूसिविटी बढ़ेगी। वैश्विक डीपीआई रिपोजिटरी बनाने पर भी सहमति बनी है। इसके अंतर्गत भारत अपनी क्षमताएं पूरे ग्लोबल साउथ के साथ साझा करने के लिए तैयार है। किसी भी प्राकृतिक आपदा से ग्लोबल साउथ के देश सबसे अधिक प्रभावित होते हैं। इसके लिए भारत ने कोएलिशन फॉर डिजास्टर रेजिलिएंट इंफ्रास्ट्रक्चर यानी CDRI शुरू किया था। अब G20 में डिजास्टर रिस्क रिडक्शन और रेजिलिएंट इंफ्रास्ट्रक्चर के लिए नया वर्किंग ग्रुप भी बनाया गया है। भारत की इस पहल पर इस साल को संयुक्त राष्ट्र इंटरनेशनल ईयर ऑफ मिलेट्स के रूप में मना रहा है। G20 के तहत सुपर फूड मिलेट्स, जिसे भारत में हमने श्री अन्न की पहचान दी है, उन पर रिसर्च करने के लिए नया इनिशिएटिव लिया गया है। यह क्लाइमेट चेंज और रिसोर्सेज के अभाव से उत्पन्न होने वाली फूड सिक्योरिटी की चिंताओं से लड़ने में ग्लोबल साउथ को सामर्थ्यवान बनाएगा। पहली बार G20 में सस्टेनेबल और ओशन बेस्ड इकोनॉमी पर बल दिया गया है। एक ग्लोबल साउथ के स्मॉल आइलैंड डेवलपिंग कंट्रीज, जिन्हें मैं लार्ज ओशन कंट्रीज मानता हूं, उनके लिए बहुत महत्वपूर्ण है। समिट में ग्लोबल वैल्यू चेन मैपिंग और डिजिटल सर्टिफिकेट को मान्यता देने के लिए अहम फैसले लिए गए। इससे ग्लोबल साउथ के देशों में MSME सेक्टर और व्यापार के लिए नए अवसर खुलेंगे। एक्सेलेंसी, वैश्विक समृद्धि के लिए सबका साथ और सबका विकास जरूरी है, लेकिन हम सभी देख रहे हैं कि पश्चिम एशिया क्षेत्र की घटनाओं से नई चुनौतियां उभर रही है। भारत ने 7 अक्टूबर को इजरायल में हुए जघन्य आतंकी हमले की निंदा की है। हमने रिस्ट्रेंट के साथ ही डायलॉग और डिप्लोमेसी पर भी जोर दिया है। इजरायल और हमास के कॉन्फ्लिक्ट में सिविलियंस की मौत की हम कठोर निंदा करते हैं। राष्ट्रपति महमूद अब्बास जी से बात कर हमने फिलिस्तीन के लोगों के लिए मानवीय सहायता भी भेजी है। ये समय है जब ग्लोबल साउथ के देश ग्रेटर ग्लोबल गुड के लिए एक स्वर में बात करें। वन अर्थ, वन फैमिली, वन फ्यूचर के लिए हम सब मिलकर
5 C's, 5 C's के साथ आगे बढ़े। जब मैं 5 C's की बात करता हूं तब कंसल्टेशन, कोऑपरेशन, कम्युनिकेशन, क्रिएटिविटी और कैपेसिटी बिल्डिंग। एक्सेलेंसी, पहली वॉइस ऑफ ग्लोबल साउथ समिट में मैंने ग्लोबल साउथ के लिए एक सेंटर ऑफ एक्सेलेंस स्थापित करने का प्रस्ताव रखा था। मुझे खुशी है कि आज दक्षिण डेवलपमेंट एंड नॉलेज शेयरिंग इनिशिएटिव ग्लोबल साउथ सेंटर फॉर एक्सेलेंस का उद्घाटन हो रहा है। G20 समिट के दौरान मैंने भारत की तरफ से ग्लोबल साउथ के लिए वेदर और क्लाइमेट मॉनिटरिंग के लिए सैटेलाइट लॉन्च करने का प्रस्ताव रखा है। हम इस पर तेजी से काम कर रहे हैं। फ्रेंड्स, इन विचारों के साथ मैं अपना वक्तव्य समाप्त करता हूं। अब मैं आप सभी के विचार सुनने के लिए बहुत ही उत्साहित हूं और इतनी बड़ी मात्रा में आप सबकी सक्रिय भागीदारी के लिए मैं हृदय से आपका आभार व्यक्त करता हूं। बहुत बहुत धन्यवाद। Thank you, sir. I now request the Honorable Prime Minister of the Republic of India, Shri Narendra Modi ji, to inaugurate Dakshin, the Global South Center of Excellence. Thank you, sir. I now invite the Prime Minister of the People's Republic of Bangladesh,